ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് വിത്ത് ദ ബീസ്റ്റ് ചാനലിൻ്റെ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു വലിയ ബ്രേക്കിന് ശേഷം ബ്ലോക്സ് റോഡ്സ് ഇപ്പോൾ സ്കൂൾ പറഞ്ഞതിൻ്റെ ബ്രേക്കായിരുന്നു നമ്മൾ ഇത്രയും നാളും. നമ്മൾ ഇന്നത്തെ മെയിൻ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫസ്റ്റിലാണ്. ഫസ്റ്റിൽ ബോസ് ഫാമിങ്ങും ബൗണ്ടി കൂട്ടലുമാണ് ഇന്നത്തെ മെയിൻ വിഷയം. അതുകൊണ്ട് ഒരാൾ നിൽക്കുന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ പ്രിസണിലോട്ട് വന്ന് ഏറ്റവും പാടുള്ള ബോസിൽ നിന്നാണ് തുടങ്ങുന്നത്. പ്രിസണിൽ 3 ബോസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പ്രിസണിലോട്ട് വന്നത്. ആൻ്റെ നിന്നുള്ള പിൻകോട്ടും മറ്റേ ഇവരിപ്പോൾ ബൗണ്ടി ഡ്രോപ്പ് ചെയ്യുന്നില്ല. എന്താണ് അത് ഫിസ്റ്റ് എടുത്തിട്ട് വരാൻ കഴിയും. ചീഫ് വാർഡ് ഞാനൊന്ന് റോൾ ചെയ്തൊരു പൈസ കൊടുത്തു. ഓക്കെ, ആരോ ഒരാൾ നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടി ഒരു ഗ്രാവിറ്റി യൂസ് ചെയ്യാം. വൺ ഷോട്ട് അടിക്കും. അടുത്ത ബോസ് ഡൺ. ഫസ്റ്റിൽ എന്തായാലും അത്യാവശ്യം ഇഷ്ടംപോലെ ബോസ് ഉണ്ട്. നമുക്ക് പറ്റാവുന്ന എത്രയും പേരെ അടിക്കണം. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 20 ബോസിനെങ്കിലും അടിക്കണം. ഫസ്റ്റ് സെക്കൻഡ്സ് വെച്ച് സെക്കൻഡ്സിയും കൂടി വെച്ച് സെക്കൻഡ്സിൽ പിന്നെ ബോസുകളുടെ എണ്ണം കുറവായതുകൊണ്ട് ബോസുകൾ ചിലപ്പോഴും സ്പോണാവുന്നതുകൊണ്ട് ഇതാണ്. ഓക്കെ, ഇവിടെ കൊണ്ട് ഒരു ഡയമണ്ട് ചെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതായത് ക്ലെയിം ചെയ്ത് ഈ ഗോൾഡ് എടുക്കാം. നമുക്കിനി ഫൗണ്ടെയിനിലാണ് പോകേണ്ടത്. ഫൗണ്ടെയിൻ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കണം, അവിടെയാണ് പോയി ഫൗണ്ടെയിൻ. ലെജൻഡറി ബോസ് സൈബോർ ഫൗണ്ടെയിൻ സിറ്റിയുടെ മണ്ടയ്ക്ക് ഒരു ഡയമണ്ട് ചെസ്റ്റ് ഉണ്ട്. അത് നമുക്ക് എടുക്കണം. അതിന് കുറേ ചെസ്റ്റ് സ്പോർട്സ് ഒക്കെ നോക്കണം. പിന്നെ ഈ TPK സ്പോണാവുന്ന TPK എടുക്കുമ്പോൾ കുറേ നാളായിട്ട് ശ്രമിച്ച് 10 മില്യൺ ഒക്കെ ആക്കിയതാണ് കഴിച്ച്. പിന്നെ അത് കിട്ടാനായിട്ട് എനിക്ക് മടുത്ത് ഞാൻ എല്ലാം റോൾ ചെയ്ത് തീർത്തു. പിന്നെ V3 എടുത്ത് ഏഞ്ചൽ V3 കണ്ടോ. ഓക്കെ, സൈബോർഗിനെ ആരോ കൊണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് എത്ര പറഞ്ഞ് ഗിഫ്റ്റ് എടുത്തിട്ട് പെട്ടെന്ന്. ഓക്കെ, ഇപ്പോൾ സൈബോർഗിനെ വെക്കാൻ കൊന്നാണ്. സൈബോർഗിനെ കൊന്നാൽ പിന്നെ വെയിറ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയം ഇട്ടത്. ഒരു ലൈഫ് ഫീച്ചർ അവിടെ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ചെയ്യണം നമുക്ക്. ഇല്ല, സൈബോർക്ക് ജീവനുണ്ട്. ഒരു അടി കഴിഞ്ഞ് ഹെൽത്ത് കുറഞ്ഞില്ല. നമ്മളിപ്പോൾ 3rd C ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് കില്ലെടുക്കാൻ പറ്റും. നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ടോ? ഞാൻ രാവിലെ തൊട്ട് ഇന്ന് കളിച്ചായതുകൊണ്ട് ലൈറ്റ് ഫീച്ചർ വടി. നമുക്കിങ്ങനെ ലെവൽ ഡിഫറൻസ് ഫസ്റ്റിൽ PvP ചെയ്യാനും പറ്റത്തില്ല. എല്ലാം കൂടുതൽ ലെവൽ ഡിഫറൻസ് എല്ലാത്തിനും. നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്നാണ് എൻ്റെ സൈബോർക്ക് ജസ്റ്റ് ഇടാൻ. പിന്നെ ഈ ഫൗണ്ടയിൽ നമുക്ക് ആ ചെസ്റ്റ് എടുക്കണം. പിന്നെ ഗൈസ്, ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ക്രൂ തുടങ്ങിയിട്ടുണ്ട്. ക്രൂ ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ഗൈസ്. അപ്പോൾ നെറ്റ്വർക്കിൽ എനിക്ക് അത്യാവശ്യം കുറവുണ്ട്. ഇപ്പോൾ നെറ്റ് 50% കുറഞ്ഞിരിക്കുകയാണ്. തുടങ്ങാണ്ടായിരുന്നല്ലോ ഗൈസ്. ഒരു ചെക്കുള്ള ഏറ്റവും ഉണ്ടല്ല ഇതിൻ്റെ താഴെയാണ്. കുഴപ്പമില്ല. ഇതിൻ്റെ അകത്തോട്ടൊക്കെ കയറാൻ പറ്റിയിരുന്ന കൊള്ളായിരുന്നു ഗൈസ്. ഇതിൻ്റെ അകത്ത് ഫ്ലാഷൊക്കെ ഇട്ട് പറ്റില്ല. പിന്നെ നമുക്ക് പൈലറ്റ് സ്റ്റാർട്ടറിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് ജംഗിളിൽ OG ബോസിനെ കൊല്ലണം. പിന്നെ ഷെഫ് അങ്ങനെ ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് റോൾ ചെയ്യണമെന്നും കൂടി ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷേ റോൾ ചെയ്യാൻ പൈസയില്ല. ഞാൻ മുമ്പേ റോൾ ചെയ്യാൻ പൈസയുണ്ട്, പക്ഷേ വെയിറ്റ് ചെയ്യണം നമ്മൾ കുറച്ച് നേരം കൂടി. ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത് ഫുള്ള് ഫിഷ് ചെയ്ത് ആദ്യം ജംഗിളിലോട്ട് പോകാമല്ലേ. ജംഗിളിൽ പോയി അവിടുത്തെ ബോസ് ഉണ്ടോ നോക്കണം. പിന്നെ സ്കൈലാൻഡ്
ഫ്രോസൺ വില്ലേജ് കുറേ ബോസ് ഉണ്ട്, ഇഷ്ടം പോലെ ബോസ് ഉണ്ട് നമുക്ക് വേണ്ടി. പിന്നെ ഞാൻ ഇപ്പോൾ ഷാർക്ക് ഷോയാണ് ഇട്ടേക്കുന്നത്. ഷാർക്ക് ഷോ, വാട്ടർ കുംഫു, കബൂച്ച, ഗ്യാസ്. ശരിക്കും ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്, ഗ്രാവിറ്റി ബ്ലേഡ്. ഇനി മാസ്റ്ററി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ തൽക്കാലത്തേക്ക് ഷാർക്ക് ഷോ കിട്ടുന്നില്ല. ഷാർക്ക് ഷോ നല്ല ലുക്കാണ് വെച്ചിട്ടുണ്ട്, ഇത്രയും വലിയ തോട്. എബിലിറ്റി ഭയങ്കര കണ്ണൊക്കെ ഉള്ള സാധനം, കണ്ണ് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ അടുത്തൊരു ബോസിൻ്റെ കാര്യം മറന്നു, സേബറിനെ നമ്മൾ കൊല്ലുന്നത്. അത് നമ്മുടെ ലിസ്റ്റിലുള്ളതാണ്. ഗൊറില്ലാക്കിങ് ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. വേണ്ട നിൽക്കുന്നു, ഗൊറില്ലാക്കിണ്ടായിരുന്നു. ഗൊറില്ലാക്കിങ് കഴിഞ്ഞിരിക്കുന്നു. പെർഫെക്റ്റ്. നമുക്ക് റോൾ ചെയ്യാൻ എത്ര സമയം വേണമെന്ന് നോക്കുന്നത്. ഓക്കെ ഗൈസ്, വണ്ടർഫുൾ. നമ്മുടെ നെറ്റ് വീണ്ടും നൈസായിട്ട് വരികയാണ്. അപ്പോൾ ഗൈസ് നെറ്റ് വീണ്ടും തിരിച്ചു വന്നു. നെറ്റ് അല്ലാത്ത പ്രശ്നമാണ്. ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ റോൾ ചെയ്യാൻ വേണമെങ്കിൽ റോൾ ചെയ്തു. വി ഗോട്ട് സ്മോക്ക് ആസ് യൂഷ്വൽ. വി ഗോട്ട് ട്രാഷ്. നമുക്ക് എന്തായാലും അത് ഇവന് കൊടുത്തേക്കാം. എടുത്തോ. സ്മോക്ക് ഫ്രൂട്ട് ഭയങ്കര റെയർ ഫ്രൂട്ടാണ്. ഏറ്റവും പാടാണ്. കിട്ടാൻ എന്ത് പാടാണെന്നറിയോ? എത്ര റോൾ ചെയ്താലും അത് മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, 1 മിനിറ്റ് കൂടി ഉണ്ട് ഇവർ സ്പോൺ ആവാം. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഫ്രോസൺ വില്ലേജ് പോയാലോ? നമുക്ക് ഫ്രോസൺ വില്ലേജിൽ പോയി എത്തിയുണ്ടോ നോക്കണം. ആദ്യം നമ്മൾ കുറച്ച് ഹെൽത്താണ് കുറയ്ക്കണം, എന്നാലേ ഈ ഗ്യാസിൻ്റെ ഫ്ലൈറ്റും സ്പ്ലിച്ചടിച്ച് നമ്മൾ ചത്തു. പെർഫെക്റ്റ്. ഇപ്പോഴത്തേക്ക് മറ്റേ സ്മോൺ ആയിട്ടാണ്. ഓക്കെ, സേബർ 20 സെക്കൻഡ് കൂടി. നമുക്ക് സേബറിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി എബിലിറ്റി ഇങ്ങനെ പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് വെൽക്കം ചെയ്യണ്ടേ സേബറിനെ? നമ്മളിപ്പോൾ സൈബോർക്ക് ഡൺ, പ്രിസണിലെ 3 ബോസസ് ഡൺ, പിന്നെ ജംഗിളിലെ ബോസും കഴിഞ്ഞു, ഗൊറില്ലാക്കിങ്ങും കഴിഞ്ഞു. ഇനിയും ജംഗിളിൽ ഒരു ബോസ് കൂടിയുള്ളൂ. യു ആർ ഡൺ, ഡോണ്ട് ഈവൻ ഡെയർ ടു ഫൈറ്റ്. അത്രേ ഉള്ളൂ, അതും കഴിഞ്ഞു. നമ്മൾ നേരെ ഇത്തവണ ഇച്ചിരി ഹെൽത്ത് കുറച്ചാൽ മതി. ഓക്കെ, ഉണ്ടോ? അപ്പോൾ അത്രയും പറഞ്ഞു. ഇപ്പോൾ എന്താ ഇതിന് സ്പീഡ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. അത് നമുക്ക് ബി പിയിൽ ഹെൽത്ത് കുറയുമ്പോൾ, നമ്മുടെ ഹെൽത്ത് കൂടുമ്പോൾ അത് കുറയും, സ്പീഡ് കുറയും. ഈ ഇതിനകത്ത് സ്നോ അഡ്മിറൽ അല്ല, ഐസ് അഡ്മിറലിനെ നമ്മൾ കൂട്ടാം. പക്ഷേ ഐസ് അഡ്മിറൽ നമുക്ക് 700 ലെവലായാലേ പറ്റത്തുള്ളൂ, 700 കൂടിയാലും പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, വി ആർ എത്തിയില്ല ഗൈസ്. Who killed my Yeti? I need answer. Bra. Don't even play with me, bro. Third seal. I can two-shot the snowman. What? You taking my shoe? I'm going to PvP every one of them. നമ്മൾ എന്തോ ചെയ്യാനാ? ബസ്സിൽ വന്ന് PvP. He's enabling PvP. അപ്പോൾ അവൻ വീണ്ടും നമ്മുടെ പുറകെ നടക്കുന്നുണ്ട്. നമ്മൾ എത്തിയ ഫിനിഷ് ആയിട്ടുണ്ട്. ഫർവും കിട്ടി. ഇവൻ പുറകിന്ന് ഇടുന്ന ലക്ഷണമില്ല. ക്വിസ്റ്റ് എടുത്തോണ്ടിരിക്കാനാണ്. പോവാം. ഇനി അടുത്ത ഐലൻഡ്. ഇനി ഇവിടെ ബോസുള്ളത് മാഗ്മാവില്ലേജ്. ഗൈസ്, അവൻ നമുക്കൊരു റബ്ബർ ഓഫർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ റബ്ബർ ഓൾറെഡി ഉണ്ടല്ലോ. റബ്ബർ ഉണ്ട് ഗൈസ്. നമുക്ക് ലൈറ്റ് ആയിരുന്നെങ്കിൽ പിന്നെ നോക്കാമായിരുന്നു. ഐ ഹാവ് ഇറ്റ് ബ്രോ. Okay, you keep. Okay, I will give a door when you reach
സെക്കൻഡ്സ് നമ്മളെല്ലാവരുടെയും ഇത് ചെയ്യണം. ഓക്കെ, അവൻ ക്രൂവിലുണ്ടല്ലോ. അവൻ മറയിലാണ്. ഡെയർ ടു ബി നമ്മൾ സ്കൈലാൻഡിൽ പോകണം. അത് ഓക്കെ. അണ്ടർ വാട്ടർ സിറ്റിയിൽ മറ്റേ പിന്നെ എനിക്ക് വിസ്പറുണ്ട്, തണ്ടർബോളുണ്ട്, മാസ്മാസ്റ്ററുണ്ട്, കുറേ ബോസ് ഉണ്ട്. എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് സ്ഥലമാണ് അണ്ടർ വാട്ടർ സിറ്റി. ഫ്ലോറ ആണാക്കാൻ ഇത്ര ആണാക്കാൻ അണ്ടർ വാട്ടർ സിറ്റി. ഓക്കെ, ബോസ് അതിനകത്ത് ഉണ്ട് കഴിച്ചു. അപ്പോൾ നമുക്ക് ഇഷ്ടം എടുത്തിട്ട് പോവാം. പിന്നെ എന്നിട്ട് ഫിഷർമാൻ ലോഡ്. ഓക്കെ, 15,000 ബെല്ലി. അതായത് ഓഫ് ചെയ്യുന്നത്. നെപ്റ്റ്യൂൺ. ഐ ആം കമ്മിങ്. ഫിഷർമാൻ സെക്കൻഡിലേക്ക് ഉണ്ടല്ലോ. നമ്മൾ വീട്ടിലാണ് പെട്ടെന്ന് ഹീലിംഗ്. ഓക്കെ, അയാൾ സെക്കൻഡ് ലൈഫ് കയറി. ഗെയിം ഗ്ലിച്ചായിട്ടുണ്ട്, നല്ലോണം ഗ്ലിച്ചായി. അവ വീണ്ടും നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു സീക്രട്ട് ഡോർ ഉണ്ട്. പൊളിക്കുന്നതാണോ എനിക്കറിയില്ല. വാട്ടർ കുംഫു ടീച്ചർ സംഭവം സെറ്റാണ്. എനിക്ക് ഒരേ കിട്ടിയുള്ളൂ. സെറ്റ് സാധനമാണ്. നമ്മളങ്ങനെ അണ്ടർ വാട്ടർ ക്രിസ്റ്റും കഴിഞ്ഞു. ഇനിയും സ്കൈലാൻഡ്സിൽ 2 ബോസ് ഉണ്ട്. അവിടെ പോകണം. ഏറ്റവും അടുത്തടുത്ത സ്ഥലത്ത് പോകണം. സ്കൈലാൻഡ്സ് ഉണ്ട് അടുത്ത്, പ്രിസമാണ് അടുത്ത്. പിന്നെ അവിടെ ഏതോ സ്ഥലമുണ്ട്, അതെന്താ വിളിച്ചാൽ മോബിലൂടെ ഉണ്ടായിരുന്നു കഴിച്ച്. എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. സ്കൈലാൻഡ്സിലോട്ട് പോകും. അവിടെ 2 ഉണ്ടല്ലോ. പിന്നെ മറൈൻ ഫോർട്രസിൽ നമ്മുടെ കോട്ട് തരുന്ന എന്തുകൊണ്ട് പേര് വൈസ് അഡ്മിറലുണ്ട്. മോബിലൂഡിനെ കണ്ടിരുന്നു. കൊളോസിയമിലാരുമില്ല. ഫ്രോസൺ വില്ലേജിൽ എന്തൊക്കെയൊക്കെ PvP നടക്കുന്നു. വീണ്ടും ഓണായി ഗൈസ്. അതിനകത്ത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. അതെന്തായാലും നമ്മളങ്ങനെയാണ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു ബോസ് കില്ലൂടി കിട്ടി. ഓക്കെ, വേർ ആർ വി ഗോയിങ്? ഓക്കെ, 3 ഐലൻഡ്സ് ഉണ്ട്. അവിടെ വില്ലേജ് ഉണ്ട്, പിന്നെ മറൈൻ ഫോർട്രസ് ഉണ്ട്. നമ്മളിപ്പോൾ സ്കൈലാൻഡ്സിലോട്ടാണ് പിടിക്കുന്നത്. സ്കൈലാൻഡ്സിൽ പോകുമ്പോൾ അവിടുത്തെ അടുത്ത് നാട് സയൻറ്റിസ്റ്റിനൊക്കെ അടുത്ത ഫൈറ്റിംഗ് സ്കൈലാൻഡ്. കുറച്ചിലത്തെ കഴിച്ച് ഇനിയും കുറച്ചുകൂടി ഗ്രൈൻഡ് ചെയ്ത് സാങ്ക്വിൻ എടുക്കണം. കുറച്ചുകൂടി എനിക്കുള്ള സാങ്ക്വിനാണ് കുറച്ചുകൂടി ഫസ്റ്റ്. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. ഏത് ബോസ് ആണെങ്കിലും ഏറ്റവും മണ്ടയ്ക്കാണ്. മണ്ടക്കോട്ട് പോകേണ്ടത്. അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ എന്തായിരുന്നു ഇലക്ട്രിക്കൽ ഫീസ്റ്റ് പഠിപ്പിക്കുന്ന ആളെ കാണാം. സ്ലോയാണ്. ഗ്യാസിൻ്റെ ഫൈറ്റ് ഭയങ്കര സ്ലോയാണ്. ഫ്ലാസ്റ്റിക് ഉണ്ടല്ലോ. അതുകൊണ്ട് ഗൈസ് നമ്മൾ ഇവിടെ നിന്നിട്ട് തന്നെ അവിടെ ഒരു ക്ലൗഡ് കാണാം. ക്ലൗഡിൽ ഇവിടെ 2 റോക്സ്.
അതിലെ റൈറ്റ് സൈഡിലത്തെ റോക്കിൻ്റെ ഇവിടാണ് മാത് സയൻറ്റിസ്റ്റ് നമ്പർ 2 ഇലക്ട്രിക് ഫിസ്റ്റ് തരുന്നത്. 500,000 രൂപയ്ക്കാണ് തരുന്നത്. ഞാൻ അത് ഓൾറെഡി ലോഞ്ച് ചെയ്തതുകൊണ്ട് ഇറ്റ്സ് ഫ്രീ. പിന്നെ അവിടെ ഒരു NPC ഉണ്ട്. എന്തോ ഒരു ആക്സസറി എങ്ങാണ്ട് തരുന്നതെന്ന് തോന്നുന്നു. യോഷി ടോമിയോ റിങ് അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ഡഞ്ചൻ വീഡിയോ എത്രയും പെട്ടെന്ന് അടുത്ത വരുന്നതായിരിക്കും. ഡാർക്ക് മാസ്റ്റർ അതാണ്ട് ഇവിടെ ഒരു ലൈറ്റ്. ഹായ് ബ്രോ, ബൈ ബ്രോ. അവന് ലെവൽ ഡിഫറൻസ് ഒരുപാടായിരുന്നു. ഇനിയും മണ്ടക്കാട്ട് PvP ഒക്കെ ഓണാക്കുന്നുണ്ടല്ലോ. ഹായ് ബ്രോ. വേണ്ട ചെയ്യുന്നത് പെട്ടെന്ന് നോക്കി മണ്ടക്കാട്ടാണ്. ഇവിടെ ചെസ്റ്റ് എനിക്കിപ്പോഴും അപ്പർ സ്കെയിലാൻഡിനെ കറക്റ്റ് കാണാൻ പറ്റില്ല. അവിടെ പോയി എല്ലാ എബിലിറ്റീസ് സ്പാം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെ എത്തും. ഇവിടെ കുറേ ചെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ചെസ്റ്റ് ഉണ്ട്. ഇവിടെ വന്നിട്ട് എൻ്റെ എബിലിറ്റി ഉപയോഗിക്കുമ്പോഴാണ് സത്യത്തിൽ എത്തുന്നത്. പക്ഷെ എനിക്ക് ഞാനുള്ള എല്ലാ എബിലിറ്റി സ്പാം ചെയ്യും. ഇവിടെ തന്നെ ഉണ്ടോ വൈസ് M1 ഉപയോഗിക്കുമ്പോഴാണല്ലേ വരുന്നത്. മൂവിയുടെ അടുത്ത് പോയി നോക്കാം. വിസ്പർ എടുക്കാം. വിസ്പർ അവിടെ ഉണ്ടാവുന്നുണ്ട്. വിസ്പർ ഞാൻ ചുമ്മാ ഇപ്പോൾ ഒന്ന് അടിച്ചു വെച്ചതാണ്. എനിക്ക് അങ്ങനെ തൊട്ടിട്ട് ബസൂക്ക കിട്ടുക. ഞാൻ ബസൂക്കയ്ക്ക് വേണ്ടി ഇതൊരു നമ്മൾ ആദ്യം തന്നെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ അടിക്കുന്നത് വളരെ സിമ്പിളായി അതും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അടുത്ത് നമുക്ക് അടുത്ത സ്കൈലാൻഡ് ഷിപ്പ് പോയി തണ്ടർ ഗോഡ്. ഈ തണ്ടർ ഗോഡിൻ്റെ ഇന്ന് പോൾ V1 വേണ്ട. അത് കൊടുത്തിനി പോൾ V2 ആക്കണം. പിന്നെ ഇതുണ്ട് തണ്ടർ ഗോഡ് എടുത്ത് ഇവിടെ ഇഷ്ടം പോലെ ചെസ്റ്റ് ഉണ്ട്. ഇഷ്ടം പോലെ ഇതിൻ്റെ അകത്ത് കാണും. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഇറങ്ങുന്നുണ്ട്. അവിടെ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇല്ല. അതുകൊണ്ട് അവിടെ ഉണ്ട്. ഉണ്ടാവില്ല. ഇവിടെ ഉണ്ടെന്ന് ഇവിടെ അല്ല. പിന്നെ അതാണ്ട് തണ്ടർകോഡ് അവിടെ സ്പോൺ ആയിട്ടുണ്ട്. നമുക്ക് ആരും തന്നെ ഇവിടെ നിന്ന് അടിക്കാം. കാരണം വരെ എത്തുമെന്ന് ഇല്ല ചുമ്മാ അറ്റാക്ക് കഴിക്കാൻ. ഓക്കെ ഫൈറ്റ് ബിഗിൻ. ഇതെന്താ ഗൈസ് ഗ്യാസിൻ്റെ എൻ്റെ ഫേവറേറ്റ് മൂവ്മെൻറ്റ്. ഇത് കട്ട് സീൻ പോലൊക്കെ വരുമെങ്കിലും ഒരു കട്ട് സീൻ V1 after lot of struggles we got the pole V1. അപ്പോൾ തന്നെ തേർഡ്സിൽ പോയി ആദ്യം നോക്കി ഇവരെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവരെ ഒരാളെ കൊണ്ടിട്ട് എത്ര മാസ്റ്റർ കയറുന്നുണ്ട്. റോയൽ സോൾജർ അതുകൊണ്ട് ചമ്മിപ്പോയി. അത്രയും അടിച്ച് അതിൻ്റെ ഇടയ്ക്കൂടെ വേർത്ത് ഓ ഗൈസ് ഓർമ്മ ഉണ്ടോ? 20
29 മാസത്തെ ആയുള്ള അയ്യോ. നമുക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തപ്പോൾ വീഡിയോ ഓർക്കുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് ഉണ്ടാകും. രജിസ്റ്റർ ചെയ്ത് കാണാമല്ലോ. ഇത്രയും നാൾ കിട്ടാത്ത പോൾ V1 ഇപ്പോൾ കിട്ടി ഗൈസ്. ഇത് പോൾ V1 കൊള്ളത്തില്ലെങ്കിലും പോൾ V2 അതെടുക്കണം ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ ഈ സ്ഥലം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അങ്ങോട്ട് മറൈൻ ഫോർട്രസ്. ഇപ്പോഴും മോബ് ലീഡർ എവിടാന്ന് അറിയത്തില്ല. പോണ വഴിക്ക് നമ്മൾ നോക്കിയിട്ട് ആദ്യം തൊട്ട് അങ്ങോട്ട് പോയി. മറൈൻ ഫോർട്രസ് അവിടെ അല്ല, അവിടെ അത്രയും പോകണം ഗൈസ്. മോബ് ലീഡറിൻ്റെ അതാണെന്ന് തോന്നുന്നു. അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് സി ബോസ് ലിസ്റ്റ് ഉണ്ടാവും. തേർഡ് സി ബോസ് ലിസ്റ്റ് ആവാൻ നമുക്ക് ഉള്ളത് വരത്തില്ല. പിന്നെ പോൾ V2 എടുക്കുന്നതായിരിക്കും. പോളിൻ്റെ മാസ്റ്ററി, വാട്ടർ കുംഫുവിൻ്റെ മാസ്റ്ററി, അങ്ങനെ കുറേ മാസ്റ്റേഴ്സിൻ്റെ കാണും. പിന്നെ ഒരു ഗ്രൈൻഡിങ് വീഡിയോ, ഡഞ്ചൻ വീഡിയോ, അത് എത്രയും പെട്ടെന്ന് 12,000 ഫ്രാഗ്രൻ്റ് ഉണ്ട്. ഫ്രാഗ്രൻ്റ് വേറെ എന്തിനു ഉപയോഗിക്കാം? ചാർജർ ഇൻസെറ്റ് ചെയ്യാൻ. നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്. നൺ അതർ ദാൻ മറൈൻ ഫോർട്രസ്. എൻ്റെ ഫസ്റ്റിലെ ഞാൻ ആദ്യം കളിച്ചിട്ടുണ്ടപ്പോൾ കാരണം ഇവിടെ പോയതിന് ശേഷമാണ് കിറ്റ് ചെയ്തത്. പിന്നെ വീണ്ടും തുടങ്ങി വഴിയൊക്കെ ഉണ്ട്. അവിടെ ഇരുളുണ്ടായാൽ മതിയാണ്. അത്രയില്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മളെന്ത് ഇങ്ങനെ പോകണം? അതിലുണ്ട് ലിസ്റ്റ് എടുത്തിട്ട് പോകാം. അതും കഴിഞ്ഞു. പൈസ മോബ് ലീഡറിൻ്റെ മാഗ്മ വില്ലേജ്. ഈ മാഗ്മ ബ്ലാസ്റ്റർ കൂടി കിട്ടിയിരുന്നെങ്കിൽ ഫസ്റ്റിൽ ഓൾമോസ്റ്റ് എല്ലാം ആയിരുന്നു. മോബ് ലീഡർ ബോസിന് എന്തെങ്കിലും കൊടുക്കണമായിരുന്നു. ഇത്രയും അറ്റത്തൊന്നിരിക്കുകയില്ല. അതും ഒരു സേവർ ക്രിസ്റ്റിൻ്റെ പാർട്ടാവാൻ വേണ്ടി മാത്രം. മോബ് ലീഡർ Last and final island. Here it goes. Magma Village. Worst island I ever played. Magma Villageൽ ഞാൻ ഈഗിളായിരുന്നു. Worst fruit I ever. എത്ര നാൾ അത് വെച്ചിട്ട് എനിക്ക് ഗ്രൈൻഡ് ഒരു ബാഗ്. നമ്മളിതാ മാഗ്മ വില്ലേജിൽ ഇന്നത്തെ വീഡിയോ ഉണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബോസ്. വേറെ ബോസിനില്ലല്ലോ. ഒന്നുമില്ല, എല്ലാവരും ചെയ്തിരിക്കുന്നു. ഇനിയും വേറെ ബോസൊന്നുമില്ല. എല്ലാ ബോസിൻ്റെ ആയിട്ടുണ്ട്. എന്താ ബോസ് ഉണ്ട്? ബൗണ്ടി കോപ്പി ചെയ്യാത്ത എനിക്ക് അറിയത്തില്ല. ഒരുപാട് കൊണ്ട് വരുന്നതാണ്. രണ്ടാക്കൊണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ എബിലിറ്റീസുണ്ട്. ഓക്കെ, നമുക്ക് മാഗ്മ എടുത്തു. എല്ലാവരും 15,000 രൂപ. ബോസിൻ്റെ ഒരു മണി പോകുന്നു. ഈ ബോണ്ടിങ്ങിലേക്ക് അയ്യോ അത്രയുള്ളൂ. അതിനൊക്കെ പോള് വെച്ചിട്ട്
അങ്ങനെ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ബോസ് ഫാമിങ്ങിലെ എല്ലാ ബോസസിനെയും നമ്മളിതാ ഇന്നത്തെ വീഡിയോ പൂർത്തിയാക്കിയിരിക്കുന്നു. എല്ലാവർക്കും ഹായ്.